അപ്പോൾ പത്മഭൂഷണം പത്മശ്രീയൊക്കെ ആരാ കൊടുക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ നമ്മുടെ പ്രാഞ്ചിയേട്ടന്മാർ. സഖാവേ, നമ്മളൊന്നും ഒരിക്കലും BJPയുടെ കൂടെ പോകുമെന്ന് കരുതാത്ത ചില ആളുകൾ ഇവിടെ ഇപ്പൊ ചെറിയ ചില അനുഭവം കാണും. നമ്മുടെ ആളുകളൊന്നുമല്ല, പക്ഷെ സമൂഹത്തിൽ ചില മാന്യന്മാരുണ്ടല്ലോ, ഇടത്തരക്കാർ, ഇവരുമായിട്ട് സഹകരിച്ചിരുന്ന ചില ആളുകൾ ഇപ്പൊ പരസ്യമായിട്ട് അവരുമായിട്ട് സഹകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് പല തലങ്ങളുണ്ട്. ഒരു 30% പിന്തുണ വോട്ട് ചെയ്യുന്നവരുടെ ഉണ്ട് എന്നുള്ളൊരു സ്ഥിതി ഇവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഒരു പൊതുബോധ നിർമ്മിതിയാണ്. ആ പൊതുബോധ നിർമ്മിതിയിൽ സംഘപരിവാർ വിജയിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അവരിപ്പം ഗുജറാത്തിൽ ചില സുഹൃത്തുക്കൾ എന്നോട് സംസാരിക്കാൻ വേണ്ടി പുതിയ സാഹചര്യത്തിൽ വിളിച്ചു. അപ്പോൾ ഗുജറാത്തിലേക്ക് പോയിരിക്കുകയാണ്, ഞങ്ങൾ അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ സുഹൃത്തുക്കളാണ് അവർ. അവര് ആലോചിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. മഹാത്മാഗാന്ധിയുടെ നാടിപ്പം ഈ മഹാത്മാഗാന്ധിയുടെ ഘാതകന്മാരുടെ രക്തം പുരണ്ട കരങ്ങളിലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ വേദനയോടുകൂടിയിട്ടുള്ള വിസ്മയം തോന്നുന്നതാണ്. മഹാത്മാഗാന്ധിയുടെ ജീവൻ കവർന്നെടുത്തവരുടെ കൂട്ടാളികൾക്ക്, അവരുമായി ബന്ധപ്പെട്ടവർക്ക് തുടർച്ചയായി 3 തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച്, മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ, ഒരു വർഷം മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3/2 ഭൂരിപക്ഷം നേടി ഇന്ത്യൻ ഭരണഘടനയെ തന്നെ തങ്ങൾ ഇച്ഛിക്കുന്ന വിധത്തിൽ മാറ്റണം എന്നാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അത് പരാജയപ്പെടുത്താൻ ഇന്ത്യ ബ്ലോക്കിന്റെ ഇടപെടൽ കൊണ്ടാണ് കഴിഞ്ഞത്. അപ്പം ഇത് ഇന്ത്യൻ സമൂഹത്തിലെ വലിയൊരു വെല്ലുവിളിയാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും BJP അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നില്ലേ എന്ന ചോദ്യം നമ്മുടെ സമൂഹം ഉന്നയിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പൊതുബോധ നിർമ്മിതി ഇവർക്ക് പിന്നിൽ അണിനിരക്കുന്നത് കുറച്ചിലാണെന്നുള്ളൊരു ബോധം കേരളത്തിൽ മുമ്പുണ്ടായിരുന്നു. BJPയോട് ഒരു അനുഭാവം എനിക്കുണ്ട് എന്ന് നമ്മുടെയൊക്കെ മുമ്പിൽ സമ്മതിക്കാൻ മുമ്പുണ്ടായിരുന്ന കുറച്ചിൽ, ജാള്യത, അതില്ലാതായതിൽ ഒരു ഘടകം തുടർച്ചയായി കേന്ദ്രഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമാണ് നമ്മൾ എന്ന ഭരണാധികാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഉള്ളിലുള്ള ന്യായീകരണം. നമ്മൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ കൂടെ നിൽക്കുകയാണ്, ഇന്ത്യയോടല്ലേ ഭരിക്കുന്നത്, അപ്പൊ പിന്നെ അവരുമായിട്ട് സഹകരിച്ചാൽ എന്താണ് എന്ന തരത്തിലുള്ള ഒരു ന്യായീകരിക്കൽ സമ്പ്രദായം, അത് വെച്ചിട്ടാണ് അവര് പിന്നെ എല്ലാവരെയും കുറ്റം പറയും. അപ്പൊ ഇത് കുഴപ്പമില്ല, നിങ്ങളുടെ കൂട്ടത്തിലും കുറെ കുഴപ്പമുണ്ട്, ഇവരുടെ കൂട്ടത്തിലും കുറെ കുഴപ്പമുണ്ട്, പക്ഷെ ഞങ്ങൾ അവരുടെ കൂടെയാണ്. ഈ അധികാരത്തെ ആസ്പദമാക്കിയിട്ടുള്ള രാഷ്ട്രീയ ന്യായീകരണം, രാഷ്ട്രീയ സാധൂകരണം, അതാണ് ഞാനിങ്ങനെ വാക്കുകൾ അന്വേഷിക്കുകയായിരുന്നു. രാഷ്ട്രീയ നിലപാടിന്റെ സാധൂകരണം എന്താണ്? ഇന്ത്യയിലെ ഭരണ പാർട്ടിയാണ് എന്നുള്ളതാണ്. ആ സാധൂകരണ പ്രതിഭാസം കേരളത്തിലും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഇത് കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്നെ വിളിച്ച് ചില സഖാക്കൾ പറഞ്ഞിട്ടുണ്ട്, സഖാവേ, നമ്മളൊന്നും ഒരിക്കലും BJPയുടെ കൂടെ പോകുമെന്ന് കരുതാത്ത ചില ആളുകൾ ഇവിടെ ഇപ്പൊ ചെറിയ ചില അനുഭവം കാണും. നമ്മുടെ ആളുകളൊന്നുമല്ല, പക്ഷെ സമൂഹത്തിൽ ചില മാന്യന്മാരുണ്ടല്ലോ, ഇടത്തരക്കാർ, പുതുക്കാരിയ പ്രസക്തർ എന്നൊക്കെ പറയുന്ന ചിലയാണെങ്കിൽ ചിലരെ കുറിച്ച് പറഞ്ഞത് ഞാൻ പറയാം. പാത്തും പതുങ്ങിയൊക്കെ ഇവരുമായിട്ട് സഹകരിച്ചിരുന്ന ചില ആളുകൾ ഇപ്പൊ പരസ്യമായിട്ട് അവരുമായിട്ട് സഹകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് പല തലങ്ങളുണ്ട്. ഒന്ന്, വ്യത്യസ്ത മേഖലയിലുള്ള പ്രമുഖർക്ക് പലർക്കും അംഗീകാരം കിട്ടണമെന്നുണ്ട്. അപ്പോൾ പത്മഭൂഷണം പത്മശ്രീയൊക്കെ ആരാ കൊടുക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ നമ്മുടെ പ്രാഞ്ചിയേട്ടന്മാർ പലരും അക്കാരണത്താൽ ഇവിടേക്ക് ആകർഷിക്കപ്പെടും.
അപ്പൊ ഇതൊരു പ്രതിഭാസമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഗൗരവത്തിലെടുക്കേണ്ടതാണ്. പല പ്രദേശത്തും അപ്രതീക്ഷിതമായി ഭരണത്തിൽ വരാൻ വേണ്ട സ്വാധീനം ഇവർ നേടിയെടുക്കുന്നു. ത്രിപുര ഉദാഹരണമാണ്, ഞാൻ അങ്ങോട്ട് പറയാം. ബംഗാൾ പോലെ, പശ്ചിമ ബംഗാൾ പോലുള്ളൊരു സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് BJP മാറിയിരിക്കുന്നു. അപ്പൊ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ ഗൗരവമുള്ള ഒരു പ്രതിഭാസമാണ്. ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലും ഈ പ്രതിഭാസം വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ഈ ശക്തികൾക്ക് അക്കൗണ്ട് തുറക്കാൻ ഇടതുപക്ഷം ഒരിക്കലും അവസരം കൊടുത്തിട്ടില്ല.